ഇത് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെ ഒരു ഫീഡിംഗ് വീഡിയോ ആണ്. ഇതിനകത്ത് ആൽബിനോ കാറ്റ് ഫിഷുകൾ, സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ, അതുപോലെ തന്നെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൈറ്റ് ഷാർക്കുകളുടെ അപ്ഡേറ്റ് ആണ്. ഇതിനകത്തേക്ക് നമ്മൾ 2 വൈറ്റ് ഷാർക്കുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഷാർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആസാം വാളകളാണ് വൈറ്റ് കളറിലുള്ളത്. ഇറിഡിസൻറ്റ് ഷാർക്ക് എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പേര്. അപ്പോൾ നമ്മൾ 2 ആഴ്ച മുമ്പ് 2 എണ്ണത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 ഇഞ്ചൊക്കെ സൈസ് വരുന്നതാണ്. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഒരു ബോക്സിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഇരുന്നതാണ്. പക്ഷേ ഗ്രോത്ത് വെക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്. നമ്മൾ ഇട്ടതിന് ശേഷം ഈ അടുത്താണ് നമ്മൾ അവരെ മുകളിൽ വന്ന് കണ്ടത്. അതുവരെ ഇവന്മാർ സൈലൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും കണ്ടില്ല, നമ്മൾ തീറ്റിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അവർ മുകളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ വൈറ്റ് ഷാർക്കുകൾ പേടിച്ച് ചിലപ്പോൾ മാറി നിൽക്കുന്നതായിരിക്കും. ഞാൻ അവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഒരു ഏരോ കാണിക്കാം. നമ്മൾ ഈ വൈറ്റ് ഷാർക്കുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അവരെ കാണാനുണ്ടായിരുന്നില്ല. പിന്നീടാണ് നമ്മൾ കാണാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ വിചാരിച്ചത് ഇവർ ഡെഡായി പോയെന്നാണ്. ഇതിനകത്ത് നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ എങ്ങാനും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് കാരണം, അതായത് ഇതിനകത്ത് വലിയ മീനുകളാണ് കിടക്കുന്നത്. ഏകദേശം 1 ഫീറ്റൊക്കെ ഉള്ള സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും ആൽബിനോ കാറ്റ് ഫിഷുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ ഇവർക്ക് അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്, അങ്ങനെ സ്ട്രെസ് എന്തെങ്കിലും വന്ന് ഡെഡായി പോയതാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. മാത്രമല്ല ഡെഡായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരുടെ ബോഡി ഒന്നും നമുക്ക് കിട്ടാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. കാരണം ഇതിനകത്ത് കിടക്കുന്ന മുഷികളാണ്, അവരെന്തായാലും ഇത് തിന്ന് തീർക്കും. അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുകളിൽ വന്ന് കണ്ടാൽ തന്നെയാണ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അവർ ഡെഡായി പോയിട്ടില്ല എന്നുള്ള കാര്യം. ഇതിനകത്ത് തന്നെ ഉണ്ട്, പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്തൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പല സമയങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഈ വൈറ്റ് ഷാർക്കുകൾ ആൽബിനോ കാറ്റ് ഫിഷും സ്പോട്ടഡ് കാറ്റ് ഫിഷും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് കുറച്ച് ചെറുതായതുകൊണ്ട് ചിലപ്പോൾ ഇവർ മാറി നിൽക്കുന്നതായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് സൈസൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ തീറ്റിട്ട് കൊടുക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് വൈറ്റ് ഷാർക്കുകൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഈ ആൽബിനോ കാറ്റ് ഫിഷുകളുടെ കളറും വൈറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവരെ കണ്ടപ്പോൾ ഈ വൈറ്റ് ഷാർക്കുകൾ കണ്ടപ്പോൾ അവരുടെ സൈസ് കുറച്ച് കൂടിയ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വല്ലാണ്ട് കൂടിയിട്ടല്ല, നമ്മൾ ഇട്ട സമയത്ത് ഒരു 4 ഇഞ്ചൊക്കെ ആയിരുന്നു, ഒരു 5 ഇഞ്ച് സൈസുള്ള പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ. സംഭവം നമ്മൾ ഇട്ടിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ചിലപ്പോൾ പെല്ലറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അടിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് സൈസ് കൂടിയതായിരിക്കും. പിന്നെ 2 വൈറ്റ് ഷാർക്കുകളെ നമ്മൾ ഒരുമിച്ച് ടോപ്പിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 പേര് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ കൺഫേം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വൈറ്റ് ഷാർക്കുകളെ നമ്മൾ കണ്ട സ്ഥിതിക്ക് അവർക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ അവർ പെല്ലറ്റ് എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അവർക്ക് വല്ലാതെ സ്ട്രെസ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. തുടക്കത്തിൽ ആ ഒരാഴ്ചയായിരിക്കും ഇവർ ചിലപ്പോൾ മാറി നിന്നിട്ടുണ്ടായിരിക്കുക. അതിനുശേഷം അവർ അഡാപ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ മുകളിൽ വന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇതുപോലെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പെല്ലറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലുതാവുന്ന മീനുകളാണ് ഈ ഇറിഡിസൻറ്റ് ഷാർക്കുകൾ. പിന്നെ ഇവർ നീളത്തിൽ വളർന്ന മീനുകളായതുകൊണ്ട് അത്യാവശ്യം നല്ല ടാങ്ക് സൈസും വേണം മാക്സിമം സൈസിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് അവർ എത്രത്തോളം സൈസ് വെക്കുന്നുള്ളത് നമുക്ക് നോക്കാം. അലങ്കാരത്തിന് വളർത്താനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് വെറൈറ്റിയും ആൽബിനോ ആണ് നല്ലത്. ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ റെഡ് ഐ ആണ്, ഈ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഐ ആണ്. ബ്ലാക്ക് വെറൈറ്റി നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ഭക്ഷണാവശ്യങ്ങൾക്കായിട്ടൊക്കെ കൂടുതലും വളർത്തുന്നതാണ്. വളർത്തുന്നതിൽ തെറ്റൊന്നുമില്ല, എങ്കിലും വൈറ്റ് ആയിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്നത് ഈ ഒരു ഓർണമെൻ്റൽ ആവശ്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഈ ഇറിഡിസൻറ്റ് ഷാർക്കുകൾ വയ്ക്കുന്ന മാക്സിമം സൈസ് എന്ന് പറയുന്നത് 4 അടി 5 അടിയൊക്കെയാണ്. ടാങ്കുകളിലൊക്കെ വളർത്തുമ്പോൾ എനിക്ക് തോന്നുന്നു 2 അടി 3 അടി ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ ഇറിഡിസൻറ്റ് ഷാർക്കുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു വെറൈറ്റിയാണ് ഈ ഒരു പെറൂൺ ഷാർക്ക് എന്ന് പറയുന്നത്. അത് വയ്ക്കുന്ന സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 അടി മുതൽ 10 അടി വരെയാണ്. അതൊക്കെ ഇപ്പോൾ അക്വേറിയം ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അതിൽ ബ്ലാക്ക് വെറൈറ്റി മാത്രമാണ് വരുന്നത്. ഹൈഫിൻ ഷാർക്ക് എന്നും പറയാറുണ്ട് ഈ പെറൂൺ ഷാർക്കിനെ. ഈ ഇറിഡിസൻറ്റ് ഷാർക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയത് 2 എണ്ണത്തിന് വെറും 60 രൂപയ്ക്കാണ്. പെറൂൺ ഷാർക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സിംഗിൾ പീസിന് 300-350 ചാർജ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഈ മീനുകളുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മീനുകൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എയറേഷൻ നിർബന്ധമില്ല. പിന്നെ ഇവർ പെല്ലറ്റ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കും.